ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഓൺ വോയിസ് ചെയ്തിട്ട് തന്നെ കുറേ നാളായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോയ്ക്ക് വോയിസ് ചെയ്തേക്കാമെന്ന്. അപ്പോൾ ഇതാ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. മാവ് കൈകൊണ്ട് കുഴിക്കാതെ തന്നെ ഇടിയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഞാൻ കൈകൊണ്ട് കുഴിച്ച ഇടിയപ്പം ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അങ്ങനെ ഇത് ശരിയാക്കാൻ വേണ്ടി ആ മാവിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു ഒരു ലൂസ് ബാറ്ററാക്കി. വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ഒരു കണക്കിനാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. ഇതൊന്നൊരല്പം കുറച്ചാലും കുഴപ്പമില്ല, കറക്റ്റായിട്ട് കിട്ടിക്കോളും. എന്നിട്ട് ഒരു പാനിൽ ഇതൊഴിച്ചു കൊടുത്തു. ഗ്യാസ് സ്റ്റവ് കത്തിക്കുന്നതിന് മുൻപ് വേണം ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ മാവ് കട്ടിപിടിക്കും. ശേഷം സ്റ്റവ് ഓൺ ചെയ്ത് സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി കുറുകി വരും. ഇതേ ടെക്സ്ചർ ആകും വരെ ഇളക്കി കൊടുക്കുക. മാവ് പാനിൽ നിന്നും മാറ്റി ചെറുതായി യോജിപ്പിച്ചാൽ നമ്മുടെ ഇടിയപ്പം മാവ് റെഡിയായി. ഞാൻ എന്തു ചെയ്യുമെന്ന് വിചാരിച്ച് വിഷമിച്ച് നിന്നപ്പോഴാണ് ഈ ഒരു ഐഡിയ തോന്നിയത്. ഇതും ശരിയാകുമോ എന്ന് സംശയമുണ്ടായിരുന്നു, എന്നാലും സക്സസ് ആയി. എനിക്ക് ഈ ഒരു തട്ടയിൽ വെച്ച് ഇടിയപ്പം ഉണ്ടാക്കാനാണ് വളരെ ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. സ്റ്റവ് ഓൺ ചെയ്ത് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ സേവനാഴിയിൽ മാവ് ഇട്ടതിന് ശേഷം ഇതുപോലൊന്ന് ചുറ്റി കൊടുക്കുക. ഇതൊന്ന് വെന്ത് കിട്ടാനായി മറ്റൊരു പാത്രം വെച്ച് അടയ്ക്കുന്നുണ്ട്. ഇതുപോലെയാണ് ഞാൻ വീശിടിയപ്പം ഉണ്ടാക്കുന്നത്. ഇതാവുമ്പോൾ നല്ല എളുപ്പമാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ആരും വിഷമിക്കേണ്ട, ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാനും സൂപ്പറാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.